ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു വൈറ്റനിങ് ക്രീമാണ് നൈറ്റിൽ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാനും അതേപോലെ തന്നെ ഈ തൂങ്ങിയിട്ടും ചുളിഞ്ഞിട്ടുള്ള സ്കിന്നിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയുള്ള അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. ഇനിയിപ്പോൾ എത്ര പ്രായം ചെന്നാലും അവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സാധനമാണ്. ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു 10-20 വയസ്സൊക്കെ അവരെ കുറച്ച് കൊണ്ടുവന്നാൽ അവർക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം, കാരണം നിങ്ങൾക്കൊരു സന്തോഷം അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യണത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും നമ്മുടെ അലോവേരയുടെ ജെല്ല് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നൈറ്റിലാണ് പ്രത്യേകിച്ച് പറയുന്നത്, നൈറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നൈറ്റിൽ നമ്മൾ കിടക്കുമ്പോൾ വെളിച്ചെണ്ണയില്ലേ നമ്മുടെ മുഖത്തിന് അസ്വസ്ഥത അങ്ങനത്തെ ഇറിറ്റേഷൻ പോലത്തെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ മുഖത്തിട്ടിട്ട് നമുക്ക് കഴുകി കളയാവുന്ന ഒരു കാര്യമാണ്. കഴുകി കളയുമ്പോൾ ജസ്റ്റ് ഒരു ചെറുവക ചൂടുവെള്ളത്തിലിട്ട് തുടച്ചെടുത്താലും മതി കേട്ടോ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നല്ല പയർ പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് ഫേസ് വാഷ് ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ ഇട്ടിട്ട് കഴുകാം. സോപ്പ് ഒരിക്കലും നിങ്ങൾ മുഖത്തേക്ക് ഉപയോഗിക്കരുത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സോപ്പാവില്ലേ, പല സൈസ് സോപ്പുകളൊക്കെയാവും നമ്മൾ ഉപയോഗിക്കുക. സോപ്പിൻ്റെ മണം കാണുമ്പോൾ നമുക്ക് ഒക്കെ യൂസ് ചെയ്യാൻ തോന്നും. നമ്മൾ കുളിക്കണോടൊപ്പം നമ്മുടെ മുഖത്ത് നമ്മൾ അറിയാണ്ട് തേച്ച് പോക്ക് ചെയ്യും, ഞാനൊക്കെ ചെയ്യണത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ വരെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, അയ്യോ ഇത് വേണ്ടല്ലോ എന്നുള്ള തോന്നൽ വരും. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ശീലമാണ് അത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആ വെളിച്ചെണ്ണയുടെ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അലോവേരയുടെ ജെല്ലാണ്. അത് വൈറ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഗ്രീൻ ഉണ്ട്, വൈറ്റും ഉണ്ട്. ഗ്രീൻ നമുക്ക് കാലുമലത്തെ ക്രീം ഉണ്ടാക്കാനാണ് ഏറ്റവും നല്ലത്. വൈറ്റ് നമ്മുടെ മുഖത്തേക്ക്. പിന്നെ വീട്ടിലുള്ള കറ്റാർവാഴ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടാന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. പോരാത്തതിന് ചിലവർക്ക് ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇത് ആയുർവേദ കടയിൽ നിന്ന് കിട്ടും, ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. നല്ല പച്ചമരുന്ന് കടയിലൊക്കെ നമുക്ക് ഈ സാധനം മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ പലർക്കും അറിയണില്ല ഈ അലോവേര ജെല്ലൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. അതൊരു വിഷയമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും എവിടെയെങ്കിലുമൊക്കെ ഒരു പച്ചമരുന്ന് കട ഉണ്ടാവില്ല, അവിടെയൊക്കെ ഈ സാധനം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു ഗുളിക, ഇവിയോൻ്റെ ഗുളിക നമ്മളിവിടെ ബോക്സിൽ നമ്മളിവിടെ മേടിച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതിലൊരു 30 എണ്ണത്തിൻ്റെ നമുക്ക് എപ്പോഴും എനിക്ക് ആവശ്യമായതുകൊണ്ടാണ്. ഇത് നമുക്ക് ക്രീം ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ തലമുടിക്കും കൊടുക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഏതെങ്കിലും ഒരു പാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് തലയ്ക്കും നല്ലതാണ്, മുഖത്തേക്കും നല്ലതാണ്. നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടുള്ള അമ്മമാരൊക്കെ, ഇപ്പോഴത്തെ അമ്മമാരും പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത, നമ്മുടെ മക്കൾ കേൾക്കാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ മുഖത്ത് തേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളൊക്കെ ഒത്തിരി കുളിക്കുമ്പോഴായാലും എപ്പോഴായാലും നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ മുഖത്ത് വെളിച്ചെണ്ണ തേച്ച് തരില്ലേ. ചിലപ്പോൾ അതിൽ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള വെളിച്ചെണ്ണയായിരിക്കും, അല്ലെങ്കിൽ നാൽപ്പാമരാതി വെളിച്ചെണ്ണ, അതിനും വെളിച്ചെണ്ണ തന്നെയാണ് കണ്ടൻറ്റ്. അപ്പം നമ്മളത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് നല്ല തേനാണ് കേട്ടോ. നല്ല തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര ഉരുക്കിയിട്ടുള്ള സാധനമൊന്നുമല്ല, നല്ല തേൻ. പിന്നെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ, ഇതൊക്കെ ഇത്തിരീശ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആദ്യത്തെ ക്രീം 2 സൈസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിതിന് മുൻപും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് എന്നെ കാണുന്നതും ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും മുഖത്തുണ്ടാവുന്ന വ്യത്യാസം നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ആദ്യത്തെക്കാളൊക്കെ ഇച്ചിരിയും കൂടിയൊക്കെ ഒരു കളർ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കളർ വെക്കില്ല എന്നൊന്നും അങ്ങനെ നിങ്ങളായിട്ട് തീരുമാനിക്കരുത്. നമ്മൾ കുറേ നാളുകളത്തെ പരിശ്രമം കൊണ്ടൊക്കെ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇതൊക്കെ നേച്ചുറൽ കാര്യങ്ങളാണ്. മുഖത്തിന് ഒരു ദോഷവുമില്ല, ഒരു കുരു പോലും വരില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചിലർക്ക് കുരു വരുമെന്ന് പറയും, അത് അലർജി ഉള്ളവർക്കാണ്. അപ്പോൾ അവർ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, അലോവേര ജെല്ല്, നമ്മുടെ വൈറ്റമിൻ, ഈ ഗ്ലിസറിൻ, ഈ തേൻ, ഇതൊക്കെ കൂടിയിട്ട് ഒരു ക്രീം പരുവത്തിലാക്കിയിട്ട് അപ്പോൾ അത് മസ്റ്റായിട്ട് മുഖത്തിടുക. വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്താൽ നല്ലതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. വെളിച്ചെണ്ണ തനിയെ മുഖത്ത് വയ്ക്കുന്നവരുണ്ട്, പക്ഷേ നമ്മൾ ഈ ഒരു ഐറ്റം വെച്ചിട്ട് ക്രീം പോലെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അലോവേരയുടെ ജെല്ല് വലിയൊരു ടീസ്പൂൺ തന്നെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഈ കാര്യം ഒരാഴ്ചയ്ക്കൊക്കെ നമുക്ക് നല്ല രീതിക്ക് കിട്ടും കേട്ടോ. വലിയ ടീസ്പൂണോളം നമ്മൾ അലോവേരയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിനാണ്, ശ്രദ്ധിച്ച് മേടിക്കുക. ഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് മറ്റേ നമ്മുടെ മേത്ത് പൊട്ടിയോടത്തൊക്കെ തേക്കുന്ന പോലത്തെ ആ ഗ്ലിസറിനൊക്കെ ആവും ചിലപ്പോൾ തരിക. വെജിറ്റബിൾ ഗ്ലിസറിൻ സ്കിന്നിന് പറ്റിയതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് മേടിക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ, നാടൻ കൊപ്രാട്ടിയ വെളിച്ചെണ്ണ, മറ്റേ ലോക്കലൊന്നല്ല,
അതും ഒരു 1/4 ടീസ്പൂണ് നമ്മൾ ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൊണ്ട് ചേർക്കണ നമ്മളൊരു ക്രീമാണ് നമ്മളിവിടെ തയ്യാറാക്കണത്. നിങ്ങൾക്കിത് ലാസ്റ്റത്തെ ഈ ഒരു ഫിനിഷിങ് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇത് അത്രയും അടിപൊളിയാണെന്നും. ഡെയിലി ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് തേക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഇവിയോണ്ട ഗുളിക നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിക്കാനും കിട്ടും കേട്ടോ. ഇപ്പോഴൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ സാധനം വരില്ലേ. ഇൻസ്റ്റാമാർട്ടിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ വരും. അങ്ങനെ ഓർഡർ ചെയ്താണ് കേട്ടോ ഞാനത് ഇന്നലെ. കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി എന്നും മറക്കലായിരുന്നു മേടിക്കാനായിട്ട്. അപ്പോൾ അതും നമ്മൾ ഒരു ട്യൂബ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അധികമൊന്നും വേണ്ട, ഇതൊക്കെ കുറേശ്ശെ കാര്യങ്ങളെ വേണ്ടു. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. അതും ഒരു 1/2 ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇനി തേനാക്കി കഴിഞ്ഞാൽ മുഖത്തിട്ട് കിടന്നാൽ ഉറുമ്പ് വരില്ലേ? ഇതൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യുക. ഇത്തിരി നേരം മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമുക്കിങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്രീം പരുവത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലൈവായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു 2 മിനിറ്റ് നേരം നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് വെറുതെ മുഖത്തിടല് ചെയ്യേണ്ട, ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുക. നമ്മൾ നെറ്റിയുടെ അവിടെയൊക്കെ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ആദ്യം നെറ്റിയും തൊട്ട് തുടങ്ങുക, ഫോർഹെഡ് തൊട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഞാൻ മസാജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പലവട്ടം ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. ഇതിങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ വരെ കൊണ്ടുവരണം കേട്ടോ. വെറുതെ ഇങ്ങനെ ഇട്ട് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയാക്കുക. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്തും നമ്മൾ ഈ ഒരു ബാക്കിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കണം കേട്ടോ. വളരെയധികം ഇങ്ങനെ തൂങ്ങിയൊക്കെ കിടക്കുന്നുണ്ടാവില്ലേ പലർക്കും സ്കിന്നുകളൊക്കെ. അത് ഈ ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പോവും. ഇപ്പം എൻ്റെ ഒരു മുഖം ഏകദേശം ഒരു ഗ്ലാസ് സ്കിൻ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ, അല്ലേ? എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനിവിടെ മുഖത്തൊന്നും ഇത് ക്രീം ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ മുഖത്തിനും മൂക്കിനൊക്കെ നല്ല രീതിക്ക് ഒരു മസാജ് വരും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഈ ചീക്സ് ഉണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ തൂങ്ങി കിടക്കുന്നതൊക്കെ നമുക്കിങ്ങനെ മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ചീർമതിയും പോയി കിട്ടും. മുഖം നല്ല ക്യൂട്ടായിട്ട് വരും ചെയ്യും. നല്ല മസാജ് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് നമ്മുടെ മുഖം ആയി കിട്ടുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഒരു 5 മിനിറ്റ് നേരമൊക്കെ നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ കഴുകിക്കളയെന്നാണ് ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരമെങ്കിലും ജസ്റ്റ് ഇത് മുഖത്തിടുക കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇതൊരു ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ തനി പകർപ്പിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ മുഖത്തേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി പ്രായക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ളത്. പ്രായം എന്ന് പറഞ്ഞാൽ നമ്മളത് അങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പ്രായത്തിനൊക്കെ നമ്മൾ തോൽപ്പിച്ച് നമ്മൾ ചെറുപ്പമായിട്ട് വരാം. നമ്മുടെ മനസ്സിന് എപ്പോഴും ചെറുപ്പമില്ല, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ചെറുപ്പമാക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും കേട്ടോ. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതെന്നും നൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇത് ഒരു 2 ആഴ്ചയ്ക്കൊക്കെ നമുക്ക് നല്ല പോലെ ഉണ്ടാവും. മുഖത്തേക്ക് തേച്ചിട്ട് ബാക്കിയെന്ന് വെച്ചാൽ കഴുത്തിലേക്കും കൂടി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ കൈമലിക്കും തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ കൊണ്ടുവരാനൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ മുഖത്ത് തേക്കണതിനൊപ്പം തന്നെ നമ്മുടെ കൈമലിക്കൊക്കെ കൊടുക്കുക. നമ്മുടെ കയ്യിനൊന്നും ഒരു ചുളിച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കണുണ്ട്. അതൊക്കെ ഈ ക്രീമുകൾ നമ്മൾ തേക്കണതിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്യുക, നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാസലിൻ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വാസലിനും വെളിച്ചെണ്ണയും നമ്മുടെ ബേക്കിംഗ് സോഡ, ഇത് വാസലിൻ നമ്മൾ 1 ടീസ്പൂൺ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ 1/2 ടീസ്പൂൺ എടുക്കുക, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ എടുക്കുക, അതുപോലെ തന്നെ തേൻ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് തേച്ചപ്പോൾ ഞാൻ തോന്നുന്നു എനിക്ക് ഒത്തിരിയും കൂടി നല്ലൊരു റിസൾട്ടിലേക്ക് എനിക്ക് മുഖം കൊണ്ടുവരാൻ പറ്റിയേക്കണമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. നമ്മൾ മറ്റേത് ക്രീമുകളൊക്കെ തേക്കുന്നുണ്ട്, നൈറ്റ് ക്രീമുകളൊക്കെയാണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തേക്കാം. 15 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. പറ്റുവാണെങ്കിൽ ഇതും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലുമലിക്കൊക്കെ നമ്മൾ എടുക്കില്ലേ, അത് അല്ലാണ്ട് ഫുഡിൽ കൊടുക്കണതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചോദിച്ചൊക്കെ മേടിക്കുക. ഇതും ഒരൊറ്റ എടുത്തിട്ട് നമ്മുടെ മുഖത്ത് നല്ല രീതിക്ക് അങ്ങോട്ട് മസാജ് കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിനൊരു പ്രശ്നമുണ്ടല്ലോ, ചിലവരുടെ ചുണ്ടിങ്ങനെ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഭാഗമില്ലേ നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഒരു ഭാഗം, ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനൊരു മസാജ് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും. ആ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അപ്പം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗം, നമുക്ക് ഈ ഒരു ഏരിയയാണ് നമ്മൾ ശരിയാക്കിയെടുക്കുക. ഇത് നമ്മുടെ ഓരോ ഭാഗത്തും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ചുണ്ടിൻ്റെ ഭാഗം, അതായത് നല്ല തുടു തന്നെ ചുണ്ടെന്നൊക്കെ പറയില്ലേ, അത് നല്ല സോഫ്റ്റായിട്ട് കൊണ്ടുവരാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയും ചുണ്ടിൻ്റെ കാര്യത്തിൽ കേട്ടോ. പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു സ്ക്രബിങ് കൊടുത്ത് ആ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി നല്ല രീതിക്കൊക്കെ കൊണ്ടുകൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് അതൊക്കെ പറ്റും. നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യവും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രീം ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.